ഡാൻസ് ക്ലാസ്സിലെയും വീട്ടിലെയും തിരക്കുകൾക്കിടയിലും തൻ്റെ പാഷന് പിന്നാലെയായിരുന്നു സൗഭാഗ്യ വെങ്കിടേഷ്. കുഞ്ഞുങ്ങളുടെ വസ്ത്ര ബ്രാൻഡ് എന്ന സ്വപ്നം പൂവിലൂടെയായിരുന്നു അവർ സാക്ഷാത്കരിച്ചത്. സുധോപ്പു എന്ന സുദർശനയായിരുന്നു അമ്മയ്ക്ക് വേണ്ടി മോഡലായത്. തുടക്കത്തിൽ നിരവധി വ്യത്യസ്തമാർന്ന കളക്ഷനായിരുന്നു പൂവിലേത്. പിന്നീട് അങ്ങോട്ട് ഇതേക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പതിവ് പോലെ വ്ളോഗ് പങ്കിടാറുണ്ടെങ്കിലും പൂവിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നേക്കുമായി പൂവ് ഉപേക്ഷിച്ചു എന്ന് അറിയിച്ചിരിക്കുകയാണ് സൗഭാഗ്യ ഇപ്പോൾ. ഇൻസ്റ്റഗ്രാമിലൂടെയായിരുന്നു ഇത് സംബന്ധിച്ച് അറിയിപ്പ് വന്നത്. മകളുടെ 4ാം പിറന്നാളിനായിരുന്നു ഈ സന്തോഷം പങ്കുവച്ച് അവരെത്തിയത്. പൂവിനെക്കുറിച്ച് ചോദിക്കുന്നവർ അറിയാൻ വേണ്ടി വളരെയധികം സങ്കടത്തോടെയാണ് ഞാൻ ഈ കുറിപ്പ് പോസ്റ്റ് ചെയ്യുന്നത്. ഈ ബ്രാൻഡ് പൂട്ടാൻ ഞാൻ തീരുമാനിച്ചു. എൻ്റെ സ്വപ്നം ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു എന്നല്ല, വേണ്ടത്ര പിന്തുണ കിട്ടാത്തത് കൊണ്ടോ അല്ല ഞാൻ ഇത് അവസാനിപ്പിക്കുന്നത്. ഞങ്ങളുടെ പാർട്ട്ണർഷിപ്പ് ഒരു ചതിയിലാണ് കലാശിച്ചത്. ഒരാളെ വിശ്വസിച്ചു, ആ വിശ്വാസം പൂർണ്ണമായിട്ടും തകർന്നു. ഇങ്ങനെയൊരു തീരുമാനം എടുത്തതിൻ്റെ പരിണിതഫലം എന്തൊക്കെയാണെന്ന് അറിയാതെയല്ല ഇങ്ങനൊരു തീരുമാനം എടുത്തിട്ടുള്ളത്. അങ്ങേയറ്റം ശ്രമിച്ചാണ് ഒരു ബ്രാൻഡ് പടുത്തുയർത്തുന്നത്. അത് നിലനിർത്തുക എന്നതും പ്രയാസകരമായ കാര്യമാണ്. സ്നേഹം, സമയം, പണം, ഉറക്കമില്ലാത്ത രാത്രികൾ, ഇതിനൊക്കെ ഒടുവിലായിട്ടാണ് ഒരു ബ്രാൻഡ് രൂപം കൊള്ളുന്നത്. തുടക്കം മുതൽ എൻ്റെ സംരംഭത്തെ പിന്തുണച്ചവർക്ക് ഞാൻ മറുപടി കൊടുക്കാൻ ബാധ്യസ്ഥയാണ്. ജീവിതത്തിലെ വലിയ തിരിച്ചറിവുകളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. സത്യസന്ധതയും ആത്മസമർപ്പണവും എല്ലാവരും പ്രാധാന്യം കൊടുക്കണമെന്നില്ല. എൻ്റെ സമാധാനത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് ഞാൻ എത്തിയത്. ഈ ബ്രാൻഡിൽ വിശ്വാസം അർപ്പിച്ച് കൂടെ നിന്നതിന് എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ സ്നേഹവും പിന്തുണയുമാണ് എന്നെ മുന്നോട്ട് നയിച്ചത്. എനിക്കെല്ലാമായിരുന്നു അത്. ബിസിനസ് രംഗത്ത് നിന്നും എന്നേക്കുമുള്ള പിന്മാറ്റമല്ല ഇത്. ഈ ഒരു അധ്യായം ഇവിടെ അവസാനിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കൂടുതൽ കരുത്തിയായി കൃത്യമായിട്ടുള്ള ചുവടുവയ്പ്പുകളോടെ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും എന്നുമായിരുന്നു സൗഭാഗ്യ തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ കുറിച്ചത്. ഓക്കെ ആവാൻ എനിക്ക് സമയം വേണം. എല്ലാവരോടും നന്ദി പറയുന്നു എന്നുമായിരുന്നു സൗഭാഗ്യ കുറിച്ചത്. ഈ ഒരു അവസ്ഥ മനസ്സിലാവും. പാർട്ട്ണർഷിപ്പിൽ നിന്നും പറ്റിയ ചതിയെക്കുറിച്ചായിരുന്നു കമൻറ്റുകളെല്ലാം. നിങ്ങൾ എന്തായാലും തന്നെ നല്ല തീരുമാനമേ എടുക്കൂ എന്നറിയാം. പൂർവാധികം ശക്തിയോടെ മറ്റൊരു ബ്രാൻഡുമായി തന്നെ തിരികെ വരിക. നിങ്ങളെപ്പോലെയുള്ളവരെ തളർത്താൻ ഇതിനൊന്നും തന്നെ കഴിയില്ല. വ്ളോഗിലൂടെയായി അത്രയേറെ അറിയുന്ന ആളാണ്. ഈ സമയവും കഴിഞ്ഞു പോകും തുടങ്ങിയ പ്രതികരണങ്ങളായിരുന്നു സൗഭാഗ്യയുടെ പോസ്റ്റിന് താഴെ വന്നത്. അടുത്തിടെയായിരുന്നു സൗഭാഗ്യ ഗംഭീരമായിട്ടുള്ള മേക്ക് ഓവർ നടത്തിയത്. ഇഞ്ചക്ഷനും വർക്കൗട്ടും ഡയറ്റും ഒക്കെയായി 16 കിലോയാണ് വെറും 3 മാസം കൊണ്ട് സൗഭാഗ്യ കുറച്ചത്. വിവരങ്ങളെല്ലാം കൃത്യമായി തന്നെ വ്ളോഗിലൂടെ കാണിച്ചത്. ആരോഗ്യകരമായി തന്നെയാണ് ഞാൻ മെലിഞ്ഞിരിക്കുന്നത്. അനാവശ്യമായതോ ആരോഗ്യത്തെ ബാധിക്കുന്നതോ ആയ ഒരു കാര്യവും ചെയ്തിട്ടില്ലെന്നും സൗഭാഗ്യ വെങ്കിടേഷ് തുറന്നു പറഞ്ഞിരുന്നു. ഇതങ്ങനെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കൃത്യമായിട്ടുള്ള ഡയറ്റും അതുപോലെയുള്ള മെഡിസിനുമാണ് താൻ എടുത്തിരിക്കുന്നതെന്നും അതെല്ലാം നമ്മളൊരു ഡോക്ടറുടെ കൺസേണോട് കൂടി മാത്രമേ ചെയ്യാൻ പറ്റൂ എന്നും സൗഭാഗ്യ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. സൗഭാഗ്യയ്ക്ക് സപ്പോർട്ടുമായി ഈ പോസ്റ്റിന് താഴെ നിരവധി പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത്.